ഹായ് നമസ്കാരം. എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പവിത്രത്തിൻ്റെ റിവ്യൂ നോക്കാം. അപ്പോൾ ഇന്നലെ അച്ഛൻ വിഷുവേട്ടനെ വഴക്ക് പറഞ്ഞിരിക്കുന്ന ആ സീനിലൂടെയാണ് ഇന്നലെ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നും അച്ഛൻ അതിങ്ങനെ വഴക്ക് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ വിഷുവേട്ടനെ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്ത് ചെയ്ത് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഞാൻ അടച്ചു വെച്ചാന്ന്. അപ്പോൾ എവിടെ നിന്ന് അടച്ചു എന്ന് ചോദിക്കുമ്പോൾ വേദ ഇങ്ങനെ പറയാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രീ ചേച്ചി കൈ പിടിക്കുന്നുണ്ട്, പറയണ്ട എന്നുള്ള അർത്ഥത്തിൽ. വേദ അടച്ചെന്ന് പറയുമ്പോൾ ഏതായിരുന്നു നമ്മുടെ വേദ. അപ്പോൾ പറയുന്നുണ്ട് ഞാനത് ഇന്ന് കൊടുക്കാമെന്ന്, വേറെ ഒരാളുടെ നിന്ന് കടം മേടിച്ചു പിന്നെ കൊടുക്കാമെന്ന് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അച്ഛൻ ചോദിക്കുന്നത് നീ ഇത് എവിടെ നിന്ന് എടുത്ത് കൊടുക്കും, അതിന് പിന്നെയും കടം മേടിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ ഭയങ്കര ഫയറിങ്ങാണ്. അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് നിനക്ക് അങ്ങനെ പറ്റിനി ഒന്നും പറയായിരുന്നില്ലേ മോനെ, നമുക്ക് എന്തെങ്കിലും ചെയ്തിട്ട് അത് ഇന്നലെ തന്നെ അടയ്ക്കായിരുന്നല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം അച്ഛൻ പിന്നെയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, പണിക്ക് പോകാതെ അങ്ങനെ ഇരിക്കുകയാണ്. നിൻ്റെ ആരെങ്കിലും ഈ മരുമക്കത്തായി അവസാനിച്ച കാലത്ത് സ്വന്തം മകനെ ഈ കുട്ടിയുടെ വീട്ടിൽ കൊണ്ടാക്കിയിരിക്കുമോ, സ്വന്തം മകളെ കൊണ്ടാക്കിയിരിക്കുമോ, അതിന് നീ പണിയെടുക്കാൻ പഠിച്ചിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചീത്ത പറയുന്നുണ്ട്. നീ എന്തെങ്കിലും ഈ കുട്ടിക്കും മോൾക്കും എന്തെങ്കിലും വേണ്ടി ഏതെങ്കിലും ഒരു ഓണത്തിന് എന്തെങ്കിലും ഡ്രസ്സോ എന്തെങ്കിലും നീ എടുത്ത് കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര ഫയറിങ്ങാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ വിക്രം വരുന്നുണ്ട്. വിക്രം എന്നിട്ട് അമ്മയോട് പറയുന്നുണ്ട്, അച്ഛനോട് നേരിട്ട് പറയില്ലല്ലോ, അമ്മയോട് പറയുന്നുണ്ട് അമ്മേ ഒന്ന് മതി, അമ്മയൊന്ന് നിർത്ത്, ഇത് 4,000 രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ, അല്ലാണ്ട് 4 ലക്ഷത്തിൻ്റെ കാര്യമൊന്നുമല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛനൊന്നുകൂടി ദേഷ്യം വന്നു. അച്ഛൻ പറയുന്നുണ്ട് പൈസയുടെ മൂല്യം നോക്കിയിട്ടല്ല, പൈസയുടെ വില നോക്കിയിട്ടല്ല സത്യത്തിൻ്റെ മൂല്യം നിർണ്ണയിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ പറയുന്നുണ്ട് ഓരോന്നേ. അപ്പോൾ വിശ്വത്തിനോട് ചോദിക്കേണ്ടത് നമ്മുടെ വിക്രം ഒരു വാക്ക് പറയായിരുന്നില്ലേ എന്നല്ല പലിശക്കാരൻ ജോയി വന്നപ്പോൾ അത് മേടിച്ചു കൊണ്ടുപോയി ഇപ്പം എന്നോട് പറയായിരുന്നില്ലേ ഞാൻ ശരിയാക്കിയണല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മോട് പറയുന്നുണ്ട് അമ്മ വിഷമിക്കേണ്ട, അന്ന് വൈകുന്നേരം നമ്മൾക്ക് കറണ്ട് ശരിയാക്കി തരാമെന്ന് പറയുന്നുണ്ട്. അപ്പം അച്ഛൻ പറയുന്നുണ്ട് ഇവിടെ ഈ ജീവിതകാലം മുഴുവൻ ഇരുട്ടിലിരുന്നാലും വേണ്ടില്ല, ഒരു കള്ളൻ്റെ തെമ്മാടിയുടെ ഒന്നും പൈസ എടുത്തിട്ട് ഇവിടെ കറണ്ട് വരണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. പറയുന്നുണ്ട് മാഷൊക്കെ ഇപ്പോൾ അഭിമാനിക്കാം, ഒരുത്തൻ കള്ളൻ ഒരുത്തൻ തല്ലുള്ളി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നടുക്കിലത്തെ ആളും കൂടിയും എന്തെങ്കിലും തുടങ്ങി കഴിഞ്ഞാൽ പൂർത്തിയായി എന്നൊക്കെ പറയുന്നുണ്ട് മാഷ്. അപ്പോൾ ആരും ഒന്നും മിണ്ടണില്ല. അങ്ങനെ മാഷ് ദേഷ്യം വന്നിട്ട് അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ എല്ലാവരും ശ്രീജി അങ്ങനെ കരഞ്ഞിട്ട് പോയിട്ടോ. അപ്പോൾ അമ്മോട് വേദ പറയുന്നുണ്ട് അമ്മ വിഷമിക്കേണ്ട, അച്ഛന് പെട്ടെന്ന് ദേഷ്യം വന്നതിൻ്റെ ആ സങ്കടത്തിലാണ് അങ്ങനെ പറഞ്ഞത്, സങ്കടം ദേഷ്യം കൂടി വന്നപ്പോൾ അങ്ങനെ പറഞ്ഞത്, അമ്മ വിഷമിക്കേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ പറയുന്നുണ്ട് എൻ്റെ മോളെ എനിക്കിത് ശീലമായി എന്ന് പറയുന്നുണ്ട് കേട്ടോ. പറയുന്നുണ്ട് ചെറുപ്പത്തിൽ ഇവിടെ എല്ലാവരും പറയായിരുന്നു മാഷുക്കും കമലയ്ക്കും എന്തൊരു ഭാഗ്യം, 3 ആൺകുട്ടികളല്ലേ വളർന്നു വരണേന്ന് പറയുമായിരുന്നു. പിന്നെ വിക്രമിനെ 1-ാം ക്ലാസ്സിൽ ചേർത്തിയപ്പോൾ ഒരു 3 പേരും കൈപിടിച്ച് പോണ് കാണുമ്പോൾ മാഷ് പറയായിരുന്നു കണ്ടോടി എൻ്റെ 3 ആൺമക്കൾ പോണ് കണ്ടോ, ഇവരൊക്കെ ഒത്തൊരുമിച്ച് വളർന്നു വന്ന പിന്നെ എന്ത് വന്നാലും ഞാൻ നേരിടും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അങ്ങനെ സങ്കടപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദയ്ക്കും സങ്കടം വന്നു. വേദ എന്നിട്ട് അമ്മേനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. വിക്രം അത് കേട്ടിട്ട് വിക്രം അങ്ങനെ റൂമിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ വേദ അത് കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മുടെ വിക്രമിൻ്റെ കൂടെ വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് വിക്രമായിട്ട് ഭയങ്കര വാക്തർക്കാണ് കേട്ടോ. പാവ അമ്മ എന്ന് പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട് അനുഭവിക്കട്ടെ, ഞങ്ങളെപ്പോലുള്ള 3 പറ്റിയിട്ടില്ലേ, അനുഭവിക്കാൻ അല്ലാണ്ട് എന്താ കാര്യം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ വിക്രം. അപ്പോഴും നിങ്ങൾ നേരിയാൻ തീരുമാനിച്ചിട്ടില്ല അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വിക്രം ചൂടായിട്ട് പറയുന്നുണ്ട് എൻ്റെ കുഴപ്പം കണ്ടാണോ വിശ്വേട്ടൻ ജോലിക്ക് പോകാതിരിക്കുന്നത്, അത് വേറെ ആളുണ്ടല്ലോ ഇവിടെ സ്വന്തം ഭാര്യയുടെയും അവനവൻ്റെയും ചിലവ് മാത്രം കാശ് മാത്രം അത് അമ്മേനെ ഏൽപ്പിക്കുന്നത്, അതും എൻ്റെ കുറ്റം കൊണ്ടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നെ തിരുത്തേണ്ട സമയത്ത് ആരും തിരുത്തിയില്ല, എൻ്റെ ന്യായങ്ങളൊന്നും ആരും കേട്ടില്ല, എല്ലാവരും കുറ്റപ്പെടുത്താൻ മാത്രമേ ശ്രമിച്ചുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ന്യായീകരിക്കുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട് സ്വന്തം തെറ്റുകൾ മറയ്ക്കാനാണ് ഇങ്ങനെ ന്യായീകരിക്കണേന്നൊക്കെ പറഞ്ഞിട്ട് വേദ ഒപ്പത്തിനൊപ്പം പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് അച്ഛൻ്റെ പെട്ടെന്ന് വിഷമം വന്ന കാരണമാണ് അങ്ങനെ പറഞ്ഞതെന്നൊക്കെ, നീ ഇപ്പം അച്ഛനെ ന്യായീകരിക്കേണ്ട, എൻ്റെ അച്ഛൻ്റെ കാര്യമൊക്കെ എനിക്കറിയാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇവിടെ കെട്ടിക്കയറി വന്നേ, നീ വരുന്നവർക്ക് ഇവിടെ നല്ല സുഖമായിരുന്നു എന്നൊക്കെ പറയാം. പിന്നെ സമാധാനം ഉണ്ടായിരുന്നു കുറേ. പിന്നെ ഞാൻ വരുന്നതിന് മുന്നേ വിശ്വട്ട് എന്നും പണിക്ക് പോയിരുന്നല്ലോ, മറ്റേ ചേട്ടനും അത് ഇഷ്ടംപോലെ പൈസ അങ്ങനെ അമ്മയെ ഏൽപ്പിക്കുമായിരുന്നു അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വേദ പറയുന്നുണ്ട് ഒരു ദിവസം കാറിൽ കയറി പോകുമ്പോൾ സുധാകരൻ മാഷിൻ്റെ വീടല്ലേ ഇവിടെ കയറിയേക്കാം എന്ന് വിചാരിച്ചിട്ട് കയറിയതല്ല, ഞാനിവിടെ വന്നതിനും എൻ്റെ അമ്മയും അച്ഛനൊക്കെ നാട്ടുകാരുടെ മുന്നിൽ മാനം കെട്ട് നിന്നതിനൊക്കെ ഉത്തരവാദി നിങ്ങളാന്ന് പറയുന്നുണ്ട് കേട്ടോ. വിക്രം ദേഷ്യം വന്നിട്ട് കടന്ന് പൊടിയോട് നിന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് ഓടിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വേദ തിരിച്ച് ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ ശ്രീജി എടുത്ത് ഇങ്ങനെ കരഞ്ഞിട്ട് ഉള്ളിങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചേച്ചി കരയാണോ ചോദിക്കണ്ടേ, അല്ല ഉള്ളിരിയുമ്പോൾ എപ്പോഴും ഉള്ളതാന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട് അതും കരച്ചിലടക്കാൻ വേറൊരു കാര്യമല്ലേ ചേച്ചി എന്ന് പറയുന്നുണ്ട് കേട്ടോ.
എന്നിട്ട് പറഞ്ഞു ചേച്ചിക്ക് എങ്ങനെയാണ് അതൊക്കെ പറ്റണേ, എനിക്കാണെങ്കിൽ ഇങ്ങനെ പറ്റില്ല, എനിക്ക് എന്തെങ്കിലും വന്നാൽ അത് അപ്പം എൻ്റെ മുഖത്ത് കാണിക്കും, ചേച്ചി ഇങ്ങനെയൊക്കെ ഇരിക്കണേ ചേച്ചി, എനിക്ക് പക്വത ഇല്ലാത്തതുകൊണ്ടായിരിക്കുമല്ലേ അങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയും വേദമോൾക്ക് പക്വത ഇല്ലയെന്ന് ആരാ പറഞ്ഞത്, പക്വത ഇല്ലാത്ത ഒരാൾക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ എന്നൊക്കെ, മോൾക്ക് എല്ലാം തുറന്ന് പറയണമെങ്കിലും പറ്റുന്നുണ്ടല്ലോ, എനിക്ക് അതും പറ്റണില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേദ ചോദിക്കുന്നുണ്ട് വിശ്വട്ട് എങ്ങനെ തന്നെയായിരുന്നു ആദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവന് കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് എന്തോ ഇലക്ട്രിക്കിൻ്റെ എന്തോ ഒരു ഇതിൽ ജോലിയായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ 5-6 മാസം കൂടുമ്പോൾ ജോലി മാറും. അതിനൊക്കെ നമ്മുടെ വിശ്വൻ്റെ കയ്യിൽ ഓരോ ന്യായീകരണങ്ങളും ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഗതി കേട്ടപ്പോൾ ഞാൻ വീട്ടിൽ പോയി നിൽക്കാൻ തുടങ്ങി. തുടങ്ങിയപ്പോൾ വിശ്വേട്ടൻ മോളെ കാണാനെന്നും പറഞ്ഞിട്ട് അവിടെ വന്ന് നിൽപ്പായി തുടങ്ങി. അപ്പോൾ അത് അവർക്കൊരു ബാധ്യത, അവിടുത്തെ കാര്യങ്ങൾ തന്നെ കഷ്ടിമുഷ്ടി കഴിയണത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. പക്ഷെ മോനെ എൻ്റെ അനിയൻ വിട്ടില്ല, മോളേനെ അനിയൻ വിട്ടില്ല, അവിടെ തന്നെ വളർത്തിയാവും വിചാരിച്ചു. ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ടുണ്ടെങ്കിലും വിശ്വേട്ടൻ പോവും, ജോലിക്ക് പോകുമെന്ന് വിചാരിച്ചു എന്നൊക്കെ വളരെ സങ്കടപ്പെട്ടിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. വേദയ്ക്കും അത് കേട്ട് സങ്കടം വന്നു. വേദ പറയുന്നുണ്ട് നമുക്ക് വിശ്വേട്ടന് ഒരു വിലയില്ല എന്ന് വിശ്വേട്ടൻ തന്നെ തിരിച്ചറിയണം, എന്നിട്ട് വേണം വിശ്വേട്ടന് വിലയിന് പോയി തുടങ്ങുള്ളൂ, നമുക്കത് വിശ്വേട്ടനെ കൊണ്ട് തെളിയിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് ശ്രീചേട്ടത്തി അച്ഛൻ ഇപ്പം എത്ര പ്രാവശ്യം അത് പറയണതാണ്, പക്ഷേ വിശ്വേട്ടൻ ഒന്നും അത് കേട്ടതായിട്ട് അടിക്കണ പോലും ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് ചീത്ത കേട്ട വിശ്വേട്ടനെ ചെറുപ്പത്തിലേ അതൊരു ശീലമായി, അങ്ങനെ മാത്രമേ ഇത് കരുതുന്നുള്ളൂ, മനസ്സുകൊണ്ട് വിശ്വട്ട് അതൊന്നും കേൾക്കണ പോലും ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. നമുക്കതിനൊക്കെയുള്ള വഴിയുണ്ട് ചേച്ചി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചേച്ചീനെ ആശ്വസിപ്പിച്ച് അവിടെ ഇരിക്കുന്നുണ്ടേ. അത് കഴിഞ്ഞിട്ട് കറണ്ട് ഇല്ലല്ലോ അപ്പോൾ അവിടെ. അപ്പോൾ നന്ദിനി എടുത്തി പൈപ്പിൻ ചുവട്ടിലേക്ക് വെള്ളം പിടിക്കാനായിട്ട് ബക്കറ്റും കൊണ്ട് പോയി തുറന്നു നോക്കിയപ്പോൾ വെള്ളമില്ല. അപ്പോൾ നന്ദിനി ചേച്ചി തേങ്ങ വെള്ളമില്ലല്ലോ, ഇനിയിപ്പോൾ കറണ്ട് വന്നിട്ടല്ലേ മോട്ടർ അടിക്കാൻ പറ്റുള്ളൂ, കോരേണ്ടി വരും, ഞാനൊന്നും കോരില്ല എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് നമ്മുടെ വിനായകൻ പോകണ്ടിട്ടോ അതേ. അപ്പോൾ വിനായകേട്ടനെ വിളിച്ചു, വിനായകൻ അങ്ങോട്ട് വന്നേന്നു കേട്ടോ. അപ്പോൾ പറഞ്ഞു ഇവിടെ വെള്ളമില്ല, ഇനിയിപ്പോൾ കറണ്ട് വന്നിട്ടല്ലേ അടിക്കാൻ പറ്റുമോ, കോരേണ്ടി വരുമല്ലേ എന്ന് പറഞ്ഞിട്ടാ. ആര് കോരും, ഞാൻ കോരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വിനായകേട്ടൻ പറയാം എൻ്റെ നടുവിനും അതെ ചെറുതായിട്ടൊരു ഉളുക്കലുണ്ടെന്ന്, അപ്പോൾ അതിനൊക്കെയുള്ള വഴി നമുക്ക് അവളെ കൊണ്ട് കോരിച്ചാലോ എന്ന് ചോദിച്ചുട്ടാ. പിന്നെ അവളെ കൊണ്ടൊന്നും കോരിക്കാൻ അമ്മ സമ്മതിക്കില്ല, അതൊക്കെ ഞാൻ ചെയ്തോളാം, എൻ്റെ കൂടെ നിന്നാൽ മതി, ഞാൻ വിനായകേട്ടൻ അങ്ങോട്ട് പോയിക്കോ, എൻ്റെ നിലവിളി കേൾക്കുമ്പോൾ അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മുടെ അതിനെടുത്ത് വീണതായിട്ട് അഭിനയിക്കുകയാണ്. അപ്പോൾ കുറച്ച് വെള്ളം പാട്ടലുണ്ടായിരുന്നു, അവിടെ എടുത്ത് ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് ബക്കറ്റ് ഇട്ടിട്ട് അവിടെ വീണു, മലർന്നടിച്ച് വീണ പോലെ. എന്നിട്ട് ഗംഭീര കരച്ചിലായിട്ട് ഓളിയിട്ടു. അപ്പോഴേക്കും നമ്മുടെ വിനിയായിട്ട് അവിടെ നിന്ന് ഓടിച്ചാടി വന്നു. എന്നിട്ട് പറയുന്നുണ്ട് അയ്യോ നന്ദിനി ഭയങ്കര ആർട്ടിഫിഷ്യൽ അഭിനയമായിരുന്നു കേട്ടോ, എന്താ പറ്റിയ നന്ദിനി ശ്രദ്ധിക്കേണ്ടതെന്ന്, ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ നന്ദിനി ഇതെന്താ അത് ഡബ്ബിങ്ങോ, ഒന്ന് ശരിക്കും ഇതാക്കുക മനുഷ്യ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അമ്മയും വേദ എല്ലാവരും ഓടി വന്നേ. എന്നിട്ട് നന്ദിനി പറയണ്ട ഞാൻ വീണ അമ്മ, അതിന് വീഴാൻ മാത്രം ഇവിടെ വഴുക്കലും പായലൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിനയം പറയുന്നുണ്ട് എന്താ അമ്മ പരസ്യം പറയാൻ എന്താ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് അകത്തേക്ക് കൊണ്ടുപോയി കേട്ടോ, ഭയങ്കര ആക്ടിങ് ആണ് കേട്ടോ. അപ്പം ഞാൻ കോരിക്കോളാം വെള്ളം എന്ന് പറഞ്ഞിട്ട് അമ്മ, എന്നിട്ട് വേണം അച്ഛൻ ചീത്ത പറയാം, എനിക്ക് കുളിക്കാനുള്ള വെള്ളം അമ്മയെ കൊണ്ട് കോരിച്ചു എന്ന് പറഞ്ഞിട്ടല്ലേ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ വിനയോട് പറയേണ്ടത് എന്താ നീ ഒന്ന് കോരി കൊടുക്കുക അവൾക്ക് കുടിക്കാനുള്ള വെള്ളം, അയ്യോ എനിക്ക് പറ്റില്ല അമ്മ, എനിക്ക് ഇടുപ്പ് വേദന എന്ന് പറയുന്നുണ്ട്. രണ്ടും ഭയങ്കര ഇതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ എന്നൊന്ന് മുറിയിലേക്ക് കൊണ്ടുപോയിട്ടാ, എന്നൊന്ന് മുറിയിലേക്ക് കൊണ്ടുപോകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേദ പറഞ്ഞു ഞാൻ കോരിക്കോളാം എന്ന് പറയുമ്പോൾ ആരൊന്നും പറയണില്ല കേട്ടോ. അപ്പോൾ പറയും കുറച്ചല്ലേ വേണ്ടു എന്ന് പറയുമ്പോൾ അകത്തുനിന്ന് തുള്ളി വെള്ളമല്ലേ കുറേ വേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. അത് കുഴപ്പമില്ല ഞാൻ കോരിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും അകത്തേക്ക് പോയിട്ടുണ്ട്. പോകുമ്പോൾ നമ്മുടെ അമ്മ ചോദിക്കുന്നുണ്ടേ വല്ലാത്ത വേദനയല്ലേ, ഒരു ജാതി വേദനയല്ലേ നന്ദിനി എന്ന് പറയുമ്പോൾ അമ്മയെ വല്ലാത്ത വേദന. അപ്പോൾ നമ്മുടെ വിനയം പറയേണ്ട അമ്മയ്ക്ക് എന്തോ സംശയമുണ്ട് കേട്ടോ എന്ന് പറയേണ്ട കേട്ടോ. നിങ്ങളുടെ എല്ലാം അമ്മ കാഞ്ഞ ബുദ്ധിയാന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ അകത്തേക്ക് പോകുന്നുണ്ടേ. അപ്പം നമ്മുടെ വേദ വെള്ളം കോരി തുടങ്ങി കേട്ടോ. പാത്രമൊക്കെ എടുത്ത് കൊടുന്ന് വെച്ച് വെള്ളം കോരാൻ തുടങ്ങാൻ സമയത്ത് ഒരു മീൻകാരി ചേച്ചി അധികം പോകുന്നുണ്ട് കേട്ടോ. മീൻകാരി ചേച്ചി കമലെടുത്തി എന്ന് വിളിച്ചിട്ട് അകത്തേക്ക് കയറി വന്നേ. അപ്പോൾ വേദ വെള്ളം കോരുന്നുണ്ട്. അയ്യോ എന്താ അത് മോളെ, നിന്നെ കൊണ്ട് ഒരു പണി ചെയ്യിപ്പിക്കണോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അയ്യോ അതൊന്നല്ല ചേച്ചി, നമ്മുടെ വീട്ടിലേക്കുള്ള പണി നമ്മൾ തന്നെ ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ വിക്രമിനെ കണ്ടു ഇവൻ ഇതുപോലെ തടിമാട് അവിടെ ഉണ്ടായിരുന്നിട്ടാണോ ഈ കുട്ടിയെ കൊണ്ട് പണിയെടുക്കണേ കമല, ഇത് വല്ലാത്ത കഷ്ടമാണ് കമലെടുത്തി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ വിക്രം ചൂടാവണം, നീ എന്തിനാണ് എന്നോട് ചൂടാവണത് എന്നൊക്കെ ചോദിച്ചിട്ട് വിക്രത്തിനോട് ഈ ചേച്ചി തട്ടി കയറുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മീൻ കട്ടെ ചോദിക്കുമ്പോൾ നമ്മുടെ കമലെടുത്തി അമ്മ പറയുന്നുണ്ട് വേണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളോടല്ലേ വേണ്ടെന്ന് പറഞ്ഞേന്നുണ്ട്, അത് വേണ്ടെന്ന് പറഞ്ഞാൽ പോരെ, എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ വിൽക്കാനുള്ള മീനല്ലേ വേണമെന്നല്ലേ ചോദിച്ചുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചേച്ചി ഭയങ്കരമായിട്ട് വിക്രനോട് തട്ടി കയറുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ മീനേന്ന് വിളിച്ച് കയറേണ്ട ഇടയ്ക്ക് പറയും പൊന്നു പോലെ നോക്കിയൊരു കൊച്ച, അതിനെയാണ് ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്തണത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ.
പറയണ്ട് നീ ഒന്ന് കോരി കൊടുത്തേക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവർ അങ്ങനെ അങ്ങോട്ട് പോയി. അപ്പം നമ്മുടെ വിക്രം പറയുന്നുണ്ട് മറ് ഞാൻ കോരിക്കോളാം, ഇനിയിപ്പോൾ നാട്ടിൽ മുഴുവൻ അത് പറഞ്ഞ് പാട്ടാക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയും കുറച്ചൊന്നും പോരാ, കുറച്ചൊക്കെ അധികം വേണം. അതൊക്കെ എനിക്കറിയാം, ഞാൻ ഇതിന്ന് തുടങ്ങിയിട്ടുള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറേ കണ്ടിട്ടുള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വെള്ളം കോരാൻ തുടങ്ങി കേട്ടോ. അപ്പം മോളെ അവൻ കോരട്ടെ, നീ പാത്രങ്ങളൊക്കെ എടുത്ത് കൊടുന്ന് കൊടുക്കുമെന്ന് പറഞ്ഞു അമ്മ. എന്നിട്ട് അവരകത്തേക്ക് പോയി. അപ്പോൾ പറയാൻ ശ്രീജി എടുത്തി നമ്മുടെ ഏതാ പറയണ്ടേ, ശ്രീജി എടുത്തി എല്ലാ പാത്രവും എടുത്തോളൂ, വിക്രമേട്ടൻ വെള്ളം കോരാൻ തുടങ്ങി എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അകത്തേക്ക് പോയിട്ട് സകല പാത്രം എടുത്ത് കൊടുന്ന് വെച്ച് നിരത്തി കൊടുത്തിട്ടുണ്ട്. വിക്രം ഒരു പാള് വെള്ളം കോരി ഇങ്ങോട്ട് വന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും നിറച്ച് പാത്രം നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കണ്ട് നമ്മുടെ വിക്രം അന്തം വിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രസകരമായിട്ടാണ് ഇന്ന് നമ്മുടെ പവിത്ര അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത ഭാഗത്തിൻ്റെ റിവ്യൂ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ പവിത്രത്തിൻ്റെ റിവ്യൂ വരുന്നത് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2 മണിക്കാണ് കേട്ടോ. 2:30ക്ക് ചെമ്പനീർ പൂവിൻ്റെ റിവ്യൂ. അങ്ങനെയാണ് നമ്മുടെ ടൈമിംഗ് ഉള്ളത്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചോളൂ കേട്ടോ. അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.